നമസ്കാരം. ഓം ഗുരുഭ്യോ നമഃ. നമുക്ക് ഒരുപാട് നാളത്തെ ഒരു ആശയമായിരുന്നു ഈ ഭാഗവതം 12 സ്കന്ധവും ചോദ്യോത്തരങ്ങളോട് കൂടിയിട്ട് നമ്മൾ ഭാഗവതത്തെ സമീപിച്ച എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നമ്മളെ കൊണ്ടുവന്നത്. അതിപുരാതനം ആയി തന്നെ ഉപനിഷത്തുക്കളിലെല്ലാം നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ചോദ്യോത്തരമായിട്ടാണ്. ഗുരു മറുപടി പറയുന്നു, ശിഷ്യൻ ചോദിക്കുന്നു. അങ്ങനെ ചോദ്യോത്തരങ്ങളിലൂടെയാണ് നമുക്ക് കഴിവതും വിദ്യകളൊക്കെ നമ്മുടെ പരമ്പരകൾ ആർജിച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭാഗവതത്തെ സമീപിക്കാം എന്നുള്ളൊരു ആശയം ഉരുത്തിരിഞ്ഞപ്പോൾ രാമദാസ് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഒരുപാട് കാലം ചിന്തിച്ചു. ഇപ്പോഴാണ് അതിനൊരു വേദി ഉണ്ടായത്. അപ്പോൾ നമുക്ക് അതിനായിക്കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഭാഗവതോത്തംസം ബ്രഹ്മശ്രീ അഡ്വക്കേറ്റ് ടി.ആർ. രാമദാസ് സാറിനെ ഈ പ്ലാറ്റ്ഫോമിൽ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമുക്ക് നമ്മുടെ ഇടയിൽ ഒരുപാട് പുരാണ ഇതിഹാസങ്ങളുണ്ട്. എന്തുകൊണ്ട് ഒരു വ്യക്തി ഭാഗവതത്തെ സമീപിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ചോദ്യമാണിത്. എന്തുകൊണ്ട് ഭാഗവതത്തെ സമീപിക്കണം? 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളുമുള്ള നമ്മുടെ ആർഷസംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യം ഭാഗവതത്തിന് കൊടുക്കാൻ കാരണമെന്ത് എന്നാണ് ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം പുരാണ തിലകം എന്ന് ഭാഗവതത്തെ സംബന്ധിച്ച പത്മപുരാണത്തിലെ മാഹാത്മ്യത്തിലും അതുപോലെ ഭാഗവതത്തിൽ തന്നെയും പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതം പുരാണ തിലകം. പുരാണങ്ങളെല്ലാം തന്നെ വേദങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന അർത്ഥതലങ്ങളെ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക, ഇതാണ് പുരാണങ്ങളുടെ ഉദ്ദേശം. വേദങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന ഗൂഢരഹസ്യങ്ങളും അതുപോലെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമെല്ലാം തന്നെ സാധാരണ മനുഷ്യന് പ്രാപ്യമാകുന്ന രീതിയിൽ കഥകളിലൂടെ അവതരിപ്പിക്കുന്ന അനവധി പുരാണങ്ങളുടെ കൂട്ടത്തിൽ തിലകമായിട്ടുള്ളത് ഭാഗവതം എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു പുരാണം നമുക്ക് ഗണിക്കേണ്ടതായിട്ടില്ല. പരിഗണനയിൽ നമുക്ക് അതിന് പ്രാമുഖ്യം കൊടുക്കണം എന്ന് ചുരുക്കം, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ഒരു പദവി ഈ പുരാണത്തിന് നൽകണം എന്നും അർത്ഥം. ഇനി ഇതിന് പ്രധാന കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ അനവധി ദിവസങ്ങൾ എന്ന് പറയേണ്ട ഒരു തലക്കെട്ടാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് അനവധി ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. എങ്കിൽ കൂടി ചുരുക്കത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ട് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു സ്പാൻ, സമയത്തിൻ്റെ ഒരു കാലയളവ്, അത് 7 ദിവസക്കാലം എന്ന് നിശ്ചയിച്ച് ആ 7 ദിവസക്കാലം എന്ന് പറയുന്ന ഒരാഴ്ചക്കാലം കൊണ്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് അവൻ്റെ വിവേകത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് രക്ഷ പ്രാപിക്കാം, അതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലക്ഷ്യം. ചുരുങ്ങിയ ഒരാഴ്ചക്കാലത്തെ മാക്സിമം ഉപയോഗിക്കുക എന്ന് പറയുന്ന രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു വിദ്യയാണ് ഭാഗവത വിദ്യ. അതിന് പ്രത്യേകിച്ചും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് പരീക്ഷിത്ത് ശാപഗ്രസ്തനായി എന്നും 7ാമത്തെ ദിവസം തക്ഷകൻ കടിക്കുമെന്നും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിധി, മരിക്കാനുള്ള ആ സന്ദർഭം നിശ്ചയിക്കപ്പെട്ടു എന്നും പറയുന്ന കഥയോട് ബന്ധപ്പെട്ട് 7 ദിവസക്കാലം വളരെയേറെ ഉപയോഗപ്രദമാക്കാൻ ഉള്ളൊരു വിദ്യയായിട്ട് ഭാഗവതം പരിണമിച്ചു. ഭാഗവതം എഴുതിയത് വേദവ്യാസനാണെങ്കിലും മോക്ഷത്തെ പ്രാപിക്കാനും മായയെ അതിജീവിക്കാനും താൻ ബ്രഹ്മമാണെന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി വിരചിക്കപ്പെട്ട ആ ഭാഗവതം അവതരിപ്പിക്കുന്നത് വേദവ്യാസ സന്തതിയായിരിക്കുന്ന ശുഖബ്രഹ്മമാണ്. അത് 7 ദിവസക്കാലം നിശ്ചയിക്കപ്പെട്ട പരീക്ഷത്തിൻ്റെ മരണവേദിയിലാണ്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സന്ദർഭം. മരണവേദി എന്ന് പറയുമ്പോൾ 7ാമത്തെ ദിവസം തക്ഷകൻ കടിക്കുമെന്ന് ഉറപ്പ്, തക്ഷകൻ കാലാഹി എന്ന് പറയുന്ന തക്ഷകൻ കടിച്ചാൽ മരിക്കും എന്നുള്ളത് ഉറപ്പ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന 7 ദിവസക്കാലം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് ശുഖബ്രഹ്മം എന്ന് പറയുന്ന വേദവ്യാസ സന്തതി അവിടെ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭഗവാന്റേത്, ഭഗവതിയുടേതും ഭാഗവതമാണ്. ഭഗം എന്ന് പറയുന്ന 6 കൂട്ട ഐശ്വര്യങ്ങളുള്ളത് ഭഗവാനും ഭഗവതിയുമാണ്.
അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചും ഭഗവതിയെ സംബന്ധിക്കുകയൊക്കെ കീർത്തിക്കുന്ന പുരാണം ഭാഗവതം എന്നുള്ള പേരിൽ പ്രസിദ്ധമായിട്ടുള്ള 2 പുരാണങ്ങളിൽ ശ്രീമദ് ഭാഗവതം സപ്താഹ രീതിയിൽ അവതരിപ്പിക്കാൻ പരീക്ഷിത്ത് അത് കേൾക്കാനും തെരഞ്ഞെടുത്തത് വേദവ്യാസ വിരചിതമായിരിക്കുന്ന വിഷ്ണു ഭാഗവതമാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്ന്, 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ചാലും കാലാഹി എന്ന് പറയുന്ന കൊല്ലാൻ വരുന്ന കാലനായിരിക്കുന്ന അഹി സർപ്പം ദംശിച്ചാലും മരിച്ചാലും മോക്ഷം എന്ന് പറയുന്ന പദവി കിട്ടിയിരിക്കണം. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സനാതനധർമ്മത്തിൽ മോക്ഷം എന്ന് പറയുന്നത് പദവിയാണ്. അത് മാനസികമായിട്ടുള്ളൊരവസ്ഥയാണ്, ആധ്യാത്മികമായിട്ടുള്ളൊരു നേട്ടമാണ്. ഭൗതിക തലത്തിൽ നമ്മൾ ശരീരത്തെ ആറ്റുനോറ്റി വളർത്തിക്കൊണ്ടിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആത്മീയ തലത്തിൽ ഉയർന്ന് ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ളൊരു ഭാവത്തെ ആർജിച്ച് ശരീരമല്ലാത്ത ആത്മഭാവത്തിൽ നിലകൊള്ളുന്നത് മോക്ഷം, നിലകൊള്ളുക. അപ്പം അവിടെയെല്ലാം തന്നെ നിജനില എന്ന് പറയുന്ന അവനവൻ്റെ നില കേവലമായിരിക്കുന്ന ആത്മഭാവം ആണെന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന പർട്ടിക്കുലർ പോസ്, അത് മോക്ഷം. അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 7 ദിവസക്കാലം പ്രയോജനപ്പെടുത്തി ശുഖബ്രഹ്മവും പരീക്ഷിത്തും കൂടി. അതാണ് ഏറ്റവും പ്രാധാന്യം. ഒന്നുകൂടി നമ്മൾ നല്ലപോലെ ധരിക്കേണ്ടതുണ്ട്, നിജനില. നമ്മൾ ആരും തന്നെ വാസ്തവത്തിൽ ആത്മഭാവത്തെ വിക്കഴിഞ്ഞ് ഭൗതിക തലത്തിൽ ശരീരവും പേറിക്കൊണ്ട് കിടക്കുന്ന വെറും മൃഗസദൃശമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാകരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ആത്മസ്വരൂപികളാണ്. ആത്മസ്വരൂപികളെന്ന് പറയുമ്പോൾ നമ്മൾ വാസ്തവ സൂക്ഷ്മതലത്തിൽ അതിസൂക്ഷ്മമായിട്ടുള്ള ഭാവത്തിൽ ഈശ്വരഭാവത്തിൽ അല്ലെങ്കിൽ അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ളൊരു പദവിയിൽ ഇരിക്കേണ്ടവർ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ആ പദവിയെ നഷ്ടപ്പെടുത്തി പോകുന്നവരാണ് എന്ന് ചുരുക്കം. പദവിയെ നഷ്ടപ്പെടുത്തി. അപ്പോൾ ശരീരത്തിലിരുന്നു കൊണ്ട് ആത്മഭാവത്തെ ആർജിക്കുക എന്ന് പറയുന്നൊരു പ്രത്യേക സമ്പ്രദായം ഭാഗവത്തിൻ്റെതാണ്. ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ്, ഇവിടെയാണെങ്കിൽ 7ാമത്തെ ദിവസം മരിക്കുന്നതിന് മുമ്പ് ശരീരം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള നേട്ടം അത് കൈവരിക്കാൻ എന്താണ് മാർഗം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഗംഗയുടെ തീരത്തിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ്, വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് അത്യത്ഭുതകരമായിട്ടുള്ള വിശേഷങ്ങളും അത്തരത്തിലുള്ള വിദ്യകളും എല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ആ മഹാരാജാവ് പ്രായോപവേശം ചെയ്തു എന്നാണ് കഥയിൽ കാണുന്നത്. പ്രായോപവേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ മരണത്തെ വരിക്കാൻ തയ്യാറായിട്ടിരുന്നു. 7ാമത്തെ ദിവസം മരണം വരുമ്പോൾ അതിനെ സ്വീകരിക്കുക. അതിനു വേണ്ടിയിട്ട് അനശനം ദീക്ഷിച്ചു എന്നാണ് മറ്റൊരു രീതി അവിടെ പറയുന്നത്. അനശനം ദീക്ഷിക്കുക, ആഹാരം കഴിക്കാതിരിക്കുക. അപ്പോൾ ആഹാരം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ഉറങ്ങാതിരിക്കുക, മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. ആ അവസ്ഥയിൽ 7 ദിവസക്കാലം കഴിച്ചുകൂട്ടാൻ കച്ചകെട്ടി ഗംഗയുടെ തീരത്ത് വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിക്കാനായിട്ട് ശുഖബ്രഹ്മം കണ്ടുപിടിച്ച വിദ്യയാണ് ഭാഗവതം. അതാണ് അതിൻ്റെ ശ്രേഷ്ഠത. ഒന്നുകൂടി, ശുഖബ്രഹ്മം എന്ന് പറയുമ്പോൾ യം പ്രവൃതന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനോ വിരകാതരാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദൂതം സർവഭൂതഹൃദയം മുനിമാനദോസ്മി എന്നുള്ള ഭാഗവത്തിലെ പ്രയോഗത്തിൽ നിന്ന് തന്നെ ജനിച്ച പാടെ തന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വാസ്തവത്തിൽ പരിവ്രാജകനായിട്ട് കാട്ടിലേക്ക് തിരോധാനം ചെയ്ത ആത്മസ്വരൂപനാണ് ഇദ്ദേഹം. ആത്മസ്വരൂപനാണ്. അപ്പോൾ ആത്മസ്വരൂപനായതുകൊണ്ട് ബ്രഹ്മസ്വരൂപനാണ്, ഈശ്വരസ്വരൂപനാണ്. ദിഗംബരനാണ് നഗ്നനാകാൻ കാരണം ആത്മസ്വരൂപനായതുകൊണ്ട്, ശരീരമില്ലാത്തവനായതുകൊണ്ട്. ഇങ്ങനെ ആത്മസ്വരൂപനായിട്ടുള്ള ഇദ്ദേഹത്തെ 16 വയസ്സുകാരനെന്ന് വിവക്ഷിക്കാൻ കാരണം അദ്ദേഹം എന്നും കൊന്നും 16 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ പൂർണ്ണ കലകളോട് കൂടിയിട്ടുള്ളത് ബ്രഹ്മം, ഈശ്വരൻ 16 കലകളോട് കൂടിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രത്യേക ചിത്രം വരച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ശുഖബ്രഹ്മം വേദവ്യാസൻ്റെ സന്തതിയായിട്ട് ജനിക്കുന്നു. അരണിക്കോലുകളിൽ നിന്ന് ഉരുത്തിരിയുന്ന അഗ്നിയിൽ നിന്നാണ് സംജാതനായത്. പെട്ടെന്ന് തന്നെ തിരോധാനം ചെയ്യുന്നു. അയാളെ വിളിച്ചുകൊണ്ട് അച്ഛൻ പിന്നാലെ പരക്കം പായുന്നു. സർവ്വതരുക്കളും അതിന് പ്രതിധ്വനിക്കുന്നു എന്നുള്ള മട്ടിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ശുഖബ്രഹ്മം ഇറങ്ങി വന്ന് വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന പരീക്ഷിത്ത്
വെമ്പി വളരെയേറെ താല്പര്യത്തോടുകൂടി കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന മോക്ഷം, അതിന് ഉള്ള ഉപായം, മോക്ഷോപായം, അത് പറഞ്ഞു കൊടുക്കുന്ന രീതി ഭാഗവത്തിൻ്റെതാണ്. പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അയാൾ മുക്തനാണ്, നഗ്നനായതുകൊണ്ട് മുക്തനാണ്, ജനിച്ച പാടെ തന്നെ പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ തിരോധാനം ചെയ്ത് ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് മുക്തനാണ്, ആത്മസ്വരൂപനാണ്, മുക്തനാണ്. അപ്പോൾ മുക്തനായിട്ടിരിക്കുന്ന വേദവ്യാസനെ പോലെയല്ല, മുക്തനായിട്ടിരിക്കുന്ന പരമാത്മസ്വരൂപമായിരിക്കുന്ന മകൻ മുക്തിക്ക് വേണ്ടി കാംക്ഷിക്കുന്ന പരീക്ഷിത് മഹാരാജാവിനോട് പറയാൻ തെരഞ്ഞെടുത്തത് ഈ ഭാഗവതമാണ്. ഇതിൻ്റെ വിഷയം മുക്തിയാണ്, കൈവല്യൈക പ്രയോജനം. അപ്പോൾ ഭാഗവതത്തിൽ ഏക പ്രയോജനം എന്താണ്? കൈവല്യമാണ്, കേവലമായിരിക്കുന്ന ആത്മഭാവത്തെ ആർജിക്കൽ. എത്രയെത്ര സ്കന്ധങ്ങളിലൂടെ കടന്നുപോയാലും, എത്രയെത്ര കഥകളിലൂടെ നമ്മൾ കടന്നുപോയാലും നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നത് ഈ ആത്മഭാവത്തെയാണ്. നമ്മൾ ചിരസ്ഥായിയായിട്ട് നമ്മൾ കൊണ്ടുകിടക്കുന്ന ആത്മഭാവത്തെ ആർജിക്കുക. ഓരോ വ്യക്തിയും ശരീരമല്ല, ശരീരമെന്നുള്ള ഭാവത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ആത്മഭാവത്തെ സാക്ഷാത്കരിക്കുന്ന രീതിയിലേക്ക് നയിക്കുക. ഇതാണ് ഭാഗവത്തിൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ പ്രൗഢി. അതിൻ്റേതായിട്ടുള്ള മാഹാത്മ്യവും ഭാഗവത്തിൻ്റെ പ്രത്യേകതയും മറ്റു പുരാണങ്ങൾ അത്തരത്തിൽ ഇങ്ങനെ ഒരുക്കിയെടുത്ത കൃതികളല്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ശ്രോതാവ് എന്നുള്ള മട്ടിൽ വന്നിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ്, മരിക്കുമെന്നുള്ള ഉറപ്പുള്ള മഹാരാജാവ്, തൻ്റെ ശരീരത്തിൽ താൻ വിട്ടുപോകണമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തി ശരീരത്തിൽ നിന്ന് എങ്ങനെ വിട്ടുപോകണമെന്ന് ചിന്തിക്കുന്ന ആ വേളയിൽ ശരീരവുമായിട്ട് വേർപാട് എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്ന ആ രീതിയെല്ലാം തന്നെ ഏത് രീതിയിലായിരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പുരാണ കൃതിയാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിൻ്റെ പ്രത്യേകത മറ്റേതര പുരാണങ്ങൾക്ക് ഇല്ല എന്നല്ല, അവിടെയും മുക്തിക്ക് പ്രാധാന്യമുണ്ട്, മോക്ഷത്തിന് പ്രാധാന്യമുണ്ട്. എങ്കിൽ കൂടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് കേൾക്കാനിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ അവസ്ഥ കൂടി കണക്കിലെടുക്കണം. മരിക്കാൻ പോകുന്ന 7-ാം ദിവസം മരിക്കുമെന്ന് ഉറപ്പുള്ള അത്തരത്തിലുള്ള പരീക്ഷിത് മഹാരാജാവ് മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് മുക്തമാകുന്ന രീതിയിലേക്ക് പരീക്ഷിത്ത് കടന്നു വരണം. അവിടെയാണ് ശരീരവും ജീവനും, അല്ലെങ്കിൽ ഞാനും ഈ പറയുന്ന എൻ ശരീരവും തമ്മിലുള്ള ബന്ധമെന്ത്? ഞാൻ ശരീരമാണോ? ഞാൻ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആത്മസ്വരൂപനാണോ? ആത്മസ്വരൂപനാണെങ്കിൽ ഞാൻ എങ്ങനെ ബന്ധനസ്ഥനായി? ഈ ബന്ധനസ്ഥമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് എങ്ങനെ മുക്തി ലഭിക്കും? ഇത്യാദി ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഭാഗവത്തിലുള്ളൂ. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് വേദികളിൽ സപ്താഹമായിട്ട് ഭാഗവതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വീടുകളിൽ നടക്കുന്നുണ്ട്. സമൂഹത്തിൽ ഒരു 4 അമ്പലം ഉണ്ടെങ്കിൽ അവിടെ എല്ലാ അമ്പലങ്ങളിലും ഭാഗവത സപ്താഹമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വലുതായിട്ട് കണ്ടുവരാനുമില്ല. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? ആ ഭാഗവതം കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പാകക്കുറവാണോ, അതോ കേൾക്കുന്ന ആളുകളിൽ അതിൻ്റെ ആ പക്വത കുറവാണോ? എന്തായിരിക്കും സാറുടെ ഒരു കാഴ്ചപ്പാട്? ഇപ്പോൾ ചുറ്റും ഭാഗവതം നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഈ നല്ല ചോദ്യമാണ്, പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ വാസ്തവത്തിൽ ഉത്തരം പറയുമ്പോൾ കുറ്റവാളികൾ ആര് എന്ന് ചിന്തിക്കുമ്പോൾ കുറ്റവാളികൾ വക്താക്കളുമാണ്, ശ്രോതാക്കളുമാണ്, രണ്ടുപേരുമാണ്. വേണ്ട രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നില്ല, വേണ്ട രീതിയിൽ വാസ്തവത്തിൽ ഭാഗവതം കേൾക്കാനുള്ള അവസരം ഒരുക്കുന്നില്ല, കേൾക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ശൃണ്ണൻ പ്രപഠൻ വിചാരണപരോഭക്ത്യ വിമുച്യന്നര എന്ന് ഭാഗവതം തന്നെ പ്രഘോഷിക്കുന്നുണ്ട്, മഹാത്മ്യത്തിലുമുണ്ട്. അപ്പോൾ ഈ എല്ലാ തരത്തിലും കേൾക്കണ്ടേ? അപ്പോൾ കേൾക്കാൻ തയ്യാറല്ലാത്ത കുറേ കൂട്ടരെ ഇടയ്ക്ക് വന്ന് വല്ലതും കേട്ടു പോകുന്ന രീതി, പറയുന്നവരാണെങ്കിൽ വെറും കഥകൾ മാത്രം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാത്ത രീതി. ഭാഗവതം എല്ലായ്പ്പോഴും മരണപ്രായനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉപദേശിച്ചു കൊടുത്ത വിദ്യയാണെന്നുള്ളത് മറന്നിട്ടാണ് ആചാര്യന്മാരായാലും അനുവാചകരായാലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ അനവധി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സത്രങ്ങൾ അനവധി നടക്കുന്നുണ്ട് എങ്കിൽ കൂടി ആർഭാടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് കാണുന്നത്. 7 ദിവസം മരണപ്രായനായിട്ട് ഇരുന്ന പരീക്ഷിത്ത് അവിടെ ആ പൂജ ഈ പൂജ എന്ന് പറയുന്ന യാതൊരു പൂജകളും നടത്തിയിട്ടില്ല. അവിടെ ഈ പറയുന്ന മഹാരാജാവ് കേൾക്കാൻ അദ്ദേഹം ജിജ്ഞാസുവായിരിക്കുന്ന, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടുന്ന രീതിയിലാണ് ആ പുരാണം മുന്നോട്ട് പോകുന്നത്. അവിടെ കുത്തിയിരിക്കുന്ന പരീക്ഷിത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല.
അദ്ദേഹം ഓരോ ദിവസവും കാലത്തെ ഗണപതി ഹവനം അല്ലെങ്കിൽ അതേ രീതിയിൽ ഓരോ പൂജ എന്നുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടില്ല. പരീക്ഷിത്ത് കേൾക്കാനിരിക്കുന്നു, പറഞ്ഞു കൊടുക്കാനായിട്ട് സുഖബ്രഹ്മം ഇരിക്കുന്നു, മുഖാമുഖം ഇരിക്കുന്നു. ഈ വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വടക്കാണ് ഭാരതാംബയുടെ ശ്രദ്ധേയമായിട്ടുള്ള കാവൽക്കാരൻ ഹിമവാന്റെ നിൽപ്പ്. ഹിമവാൻ വെറും ഒരു പർവ്വതനിര മാത്രമല്ല, അനേക ലക്ഷം ഋഷീശ്വരന്മാരുടെ തപസ്സുകൊണ്ട് ശക്തിയെ പ്രാപിച്ചിട്ടുള്ള സങ്കേതമാണ് ഹിമാലയ സാനുക്കൾ. അവിടെയുള്ള ഈ ഗുഹാന്തരീക്ഷം അല്ലെങ്കിൽ ഗുഹാലയങ്ങൾ, അവിടെയെല്ലാം തന്നെ കഴിഞ്ഞുകൂടുന്നതുമായിട്ടുള്ള ഋഷീശ്വരന്മാർ, സിദ്ധന്മാർ, യോഗ്യന്മാർ, അവരെല്ലാവരും മെനഞ്ഞെടുത്ത ഒരു സംസ്കാരമാണ് നമ്മളുടേത്. അങ്ങനെയുള്ള ഈ സംസ്കാരം ഒഴുകിപ്പോരുന്ന, ഗംഗയായിട്ട് ഒഴുകിപ്പോരുന്ന, അറിവിൻ്റെ ഒരു പ്രവാഹമായിട്ട് പോരുന്ന ഗംഗയുടെ തീരത്തല്ലേ ഇവിടെ വടക്കോട്ടേക്ക് തിരിഞ്ഞ് പരീക്ഷിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഉദ്ദേശവും ലക്ഷ്യവും എല്ലാം തന്നെ പ്രകടമാക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഇരിപ്പിൽ പോലും വടക്കോട്ടേക്ക് ജ്ഞാനദാഹിയായിട്ടിരിക്കുകയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, അത് അറിഞ്ഞേ ഇരിക്കൂ, എനിക്ക് അതാണ് ആഗ്രഹം, ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിനെയാണ് ഇവിടെ വടക്കോട്ടേക്ക് തിരിഞ്ഞിരുന്ന പരീക്ഷത്തിൽ കാണുന്നത്. ഗംഗയുടെ തീരത്തുമാണ്. ഗംഗ എന്ന് പറയുന്ന ജ്ഞാനപ്രവാഹത്തെ ഈ മരണവേളയിൽ സ്വീകരിച്ചിട്ട് അറിവിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു കഥ, എന്തായാലും പറയുന്ന ഒരു കഥയുടെ സമാഹാരം എന്ന് തന്നെ പറയാം ഭാഗവത്തെ. അറിവിൻ്റെ നിറവിൽ മാത്രമേ മുക്തിയുള്ളൂ എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരത്തിൽ അറിവ് എന്ന് പറയുന്ന ജ്ഞാനം അത് അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുകയാണ് ഭാഗവതം. ജ്ഞാനം, ഭക്തിയിലൂടെ സംജാതമാകുന്ന ജ്ഞാനവും വൈരാഗ്യവും നമ്മളിൽ തീർച്ചയായിട്ടും വേണമെന്ന് ഊട്ടി ഉറപ്പിക്കുന്നതും ഭാഗവതമാണ്. ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയോടൊപ്പം വേണം. അപ്പം അതേ ജ്ഞാനഭക്തി വൈരാഗ്യങ്ങൾ ഒരേപോലെ നമ്മളിൽ ഉണ്ടാകണമെന്ന് ശക്തമായിട്ട് പ്രതിപാദിക്കുന്ന കഥാഗോളങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭാഗവതത്തിൽ വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അറിവ്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് സിദ്ധമാകുന്ന മുക്തി സ്വാഭാവികമായിട്ട് ലഭിക്കുമെന്നറിയാം. ഞാൻ ആര് എന്ന് അറിയുന്നതാണ് അറിവ്. അതാണ് ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആര് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണയിലേക്ക് വരലാണ്. ഞാൻ ശരീരമല്ല എന്നുള്ള അറിവ്. ഞാൻ ശരീരമല്ല എന്ന് മാത്രമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധവും. ഞാൻ ആത്മാവാണെന്ന് മാത്രം പറഞ്ഞു നിൽക്കാതെ, ഞാൻ ഈ ആത്മസ്വരൂപനാണ് എന്ന് പറഞ്ഞു നിർത്താതെ, ഞാൻ പരമാത്മാവാണ്, പരബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ് എന്ന് കൂടി തറപ്പിച്ച് പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നൊരു വേദിയിലേക്ക് കടത്തിക്കൊണ്ട് വരുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠ. ഞാൻ ഈശ്വരൻ. ഈ അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗവതം. അതിനെല്ലാം ഉപോത്ബലകമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ പാടിത്തന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര എന്ന് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന കാണുന്ന ചരാചരങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഈ ലോകം അതിങ്ങനെ മാറിമറിഞ്ഞ് വരുന്നതായതുകൊണ്ട് മിഥ്യ എന്നും, മാറാത്ത മറിയാത്ത യാതൊരു കോട്ടവും സംഭവിക്കാത്ത ആത്മസ്വരൂപം അതാണ് ജീവനെന്നും പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിയും ഈശ്വരൻ തന്നെയെന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്നത് ആദിശങ്കരനാണ്. ജീവോ ബ്രഹ്മൈവനാണ്. ആ ജീവൻ്റെ ലക്ഷ്യം, ആ മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യം, അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗവതത്തിൽ ജീവൻ്റെ ഉയർച്ച, അതിൻ്റെ ഉണർവ്, അതുമാത്രമാണ് നമ്മളിവിടെ ഭാഗവതത്തിൽ കാണുന്നത്. അതും അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് നടക്കുന്നില്ല ഇപ്പോൾ എന്ന് ചോദിച്ചാൽ, അത്തരത്തിൽ ഉണർന്നവരെ കാണാനില്ല, ഉയരാൻ ആഗ്രഹിക്കുന്നവരെ കാണാനില്ല. ശ്രോതാക്കളായാലും അതുപോലെ വക്താക്കളായാലും അവരാരും തന്നെ ഭാഗവത്തെ ഉപാസിക്കുന്നില്ല. ഭാഗവത്തെ വിൽപ്പന ചരക്കായിട്ട് കൊണ്ടു നടന്ന് ഉപജീവന മാർഗം എന്നുള്ള മട്ടിൽ അധപ്പതിച്ച ഒരു കാലഘട്ടമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അതിൽ നിന്ന് വ്യത്യസ്തമാകേണ്ടേ നമ്മുടെ ജീവിതം? നമ്മളെല്ലാവരും ഭക്തിയുടെ ലഹരിയിൽ ആനന്ദത്തിൽ ആറാടുന്ന രീതിയിൽ കൈകൊട്ടി പാടി അങ്ങനെ തുള്ളിച്ചാടി നടന്നാൽ മതി എന്നുള്ള ആ ചിന്താഗതി തെറ്റാണ്. അത് വാസ്തവത്തിൽ കള്ളു കുടിച്ച് ആടുന്ന പാടുന്ന പോലെ ഇരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാഗവതത്തിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകത, ഭക്തി വേണം. ആ ഭക്തിയെല്ലാം തന്നെ ജ്ഞാനത്തിലേക്കും വൈരാഗ്യത്തിലേക്കും നയിക്കുന്ന ഭക്തിയായിരിക്കും. അല്ലാതെ വെറും കാട് കയറിയ ഭക്തി, അറിവില്ലാത്ത ഭക്തി, അല്ലെങ്കിൽ വൈരാഗ്യം ഉദിക്കാത്ത ഭക്തി, വെറുതെ പ്രേമം എന്ന് പറഞ്ഞുകൊണ്ട് വികാരത്തിൽ കൊണ്ട് വിജൃംഭിതമാകുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന ഭക്തിയൊന്നും അല്ല ഭാഗവതത്തിലെ ഭക്തി. ഭാഗവതത്തിലെ ഭക്തിയുടെ പ്രത്യേകത ജ്ഞാനവൈരാഗ്യങ്ങൾ ജനിച്ചേ മതിയാവും. ജ്ഞാനവൈരാഗ്യങ്ങളെല്ലാം ശക്തിയെ പ്രാപിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ ആ ഭക്തി കൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഭക്തി വർദ്ധിക്കുക, ഒപ്പം ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകുക,
ആ ജ്ഞാനവൈരാഗ്യങ്ങളിൽ പ്രപഞ്ചത്തോട് വിരക്തിയും തൻ്റെ ഉള്ളിൽ ജ്ഞാനവും നമ്മൾ ഓരോരുത്തരും ആര് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും അറിവും അത് സമ്പാദിച്ചു കഴിഞ്ഞാൽ അതാണ് മുക്തി എന്ന് പ്രതിപാദിക്കുന്നതാണ് ഭാഗവത്തിൻ്റെ പ്രത്യേകത. അത് അനുവാചകർ അറിയണ്ടേ, ശ്രോതാക്കളായിട്ട് വരുന്നവർ പഠിക്കണ്ടേ, അവർ ശ്രമിക്കണ്ടേ. അവർ ശ്രദ്ധിച്ച് പഠിക്കാതെ ഈ കാര്യങ്ങൾ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? എല്ലാ ദിവസവും കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ആഹാരം കൊടുത്ത് ആൾക്കാരെയെല്ലാം തന്നെ വിളിച്ചു കൂട്ടിയിട്ട് ആർഭാടപൂർണമായിരിക്കുന്ന ഒരു യജ്ഞവേദി ഒരിക്കലല്ല ഭാഗവത്തിനോട് നമ്മൾ നീതി പുലർത്തുന്നു എങ്കിൽ ചെയ്യേണ്ടത്. ഭാഗവത്തോട് നീതി പുലർത്തുന്ന പക്ഷം പരീക്ഷത്തിന് മറക്കാതിരിക്കുക. പരീക്ഷത്ത് എന്ന് പറയുന്ന ശ്രോതാവ് എപ്രകാരമാണോ അവിടെ തൻ്റേതായുള്ള ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷം സാധിച്ചെടുത്തത് അത് മറക്കാതിരിക്കുക. അത് അത്രമാത്രം ഉത്സാഹത്തോടു കൂടി ജിജ്ഞാസുവായിട്ട് ഇരുന്നത് കൊണ്ടാണ് സാക്ഷാൽ പരബ്രഹ്മം ശുഖബ്രഹ്മം ആയിട്ട് തന്നെ അവതരിച്ച ഭാഗവതം പറയുന്നത്. നോക്കൂ, ആ വേദിയിൽ വേദവ്യാസൻ ഉണ്ടായിരുന്നില്ലേ? വേദവ്യാസനെ പോലുള്ള സുഹൃതികളെല്ലാം തന്നെ ഇരുന്നിരുന്ന വേദിയിൽ ഭാഗവതം അവരൊന്നും പറയാൻ കൂട്ടാക്കാതെ തനി ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഈശ്വരസ്വരൂപമായിരിക്കുന്ന സുഖബ്രഹ്മം അവിടെ ഇറങ്ങി വന്ന് 7 ദിവസക്കാലം കുത്തിയിരുന്ന് പഠിപ്പിക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന രീതി അതും വളരെ ശ്രേഷ്ഠമാണ്. അതേ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നവൻ വക്താവ് ആചാര്യന്മാരുടെ അതേ രീതിയിൽ തന്നെ കേൾക്കുന്ന ശ്രോതാവും മാറി തീരണ്ടേ. അപ്പം ഇതില്ലാത്തത് കൊണ്ട് വാസ്തവത്തിൽ ഒന്നും നടക്കുന്നില്ല. ഇന്നിങ്ങനെ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്, കോലാഹലങ്ങളുണ്ട് എന്നുള്ളത് കവിഞ്ഞ് അതുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നില്ല. പ്രസംഗമെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. കുറേ വാക്കുകൾ അനായാസേന പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും പ്രസംഗിക്കാം. ആധ്യാത്മിക തലത്തിലെ ടെക്നിക്കൽ വേർഡ് സാങ്കേതിക പദങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സാമാന്യ അറിവും കഴിവും ഉണ്ട് എങ്കിൽ നല്ലപോലെ പ്രസംഗിക്കാം. ഈ നല്ലപോലെ പ്രസംഗിച്ചു എന്നിങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുള്ളൊരു നഗ്ന സത്യം അതിന്നുണ്ട്. അപ്പോൾ സത്രങ്ങളിൽ 100-ലേറെ പ്രഭാഷകന്മാർ അവരവരുടെ കഴിവ് ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് അനവധി പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഫലവും കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരുന്നതിന് പ്രധാന കാരണം ഇൻഫർമേഷൻ ബിറ്റ്സ്, കുറേ അറിവുകളുടെ ശകലങ്ങൾ ഒരുപക്ഷെ കിട്ടിയേക്കാം. അതല്ല ആവശ്യം വ്യക്തമായിട്ടും അഹം ബ്രഹ്മപരന്ധാമ എന്ന് പറയുന്ന പദവിയിലേക്ക് നയിക്കലാണ്. അത് പരീക്ഷത്തിന് സാധിച്ചു, ശുഖബ്രഹ്മം അത് സാധിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഭാഗവതം സപ്താഹമായിട്ട് നടത്തുമ്പോഴും സത്രമായിട്ട് നടത്തപ്പെടുമ്പോഴും അതിൻ്റെ പ്രാധാന്യം വിട്ടുപോകാത്ത രീതിയിൽ ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടായെങ്കിലേ ഫലപ്രദം ആവുകയുള്ളൂ. അതിന്നില്ല. ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് പരീക്ഷത്തും ശുഖബ്രഹ്മർഷി. ഭാഗവതം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 2 പേരും 2 കഥാപാത്രങ്ങളുടെയും ഒരു പ്രാധാന്യം എങ്ങനെയാണ് ഈ ഭാഗവതത്തെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിൽ ആദ്യം അനുവാചകനായ അതായത് ശ്രോതാവായ പരീക്ഷത്തിലേക്ക് കടക്കാം. പരീക്ഷത്ത് ഉത്തരാഗർഭത്തിൽ ജനിച്ച ആ സന്ദർഭത്തിൽ ഭ്രൂണത്തെ ഇല്ലാതെയാക്കാൻ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ട് ഒരു ഉദ്യമം നടത്തുന്നുണ്ട്. അത് ഭഗവാനാണ് തടുത്ത് രക്ഷിക്കുന്നത്. അങ്ങനെ വിഷ്ണുരാധനായിരിക്കുന്ന പരീക്ഷത്ത് അകത്തുവച്ച് അതായത് ഉത്തരാഗർഭത്തിൽ കിടക്കുമ്പോഴേ തന്നെ ഈശ്വരന്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുള്ളൊരു അപൂർവ വ്യക്തിത്വമാണ്. നമ്മെപ്പോലെയല്ല, നമ്മളെല്ലാവരും തന്നെ ഗർഭപാത്രത്തിൽ ഒരു 270 ദിവസക്കാലം കഴിഞ്ഞുകൂടിയെങ്കിൽ എന്തെല്ലാമാണ് കണ്ടത്, കേട്ടത്, അനുഭവിച്ചത് എന്ന് ഓർക്കുന്നില്ല. നമ്മളും പരീക്ഷത്തും തമ്മിലുള്ള വ്യത്യാസം ഗർഭപാത്രത്തിൽ നിന്ന് പരീക്ഷത്ത് എന്ന് പറയുന്ന ജീവൻ ശരീരത്തോടുകൂടി കൊടുത്ത് ജനിച്ചപ്പോൾ ആ കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ ഓർമ്മയിലുണ്ട്. പൂർവജന്മ സ്മൃതി എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള സ്മൃതി. അപ്പം ഏതായാലും അനുവാചകനായിട്ടുള്ള ഈ പരീക്ഷത്ത് താൻ ഈശ്വരനെ കണ്ടു അല്ലെങ്കിൽ ഈശ്വരനെ ദർശിച്ച ഒരു സുകൃതിയാണ് എന്നുള്ള ബോധം ഉള്ളിൽ ഉണ്ട്. അങ്ങനെയുള്ള അയാൾ വാസ്തവത്തിൽ ജീവിതത്തിൽ ഈശ്വരനെ തേടി നടക്കുന്നതിൽ അതിശയിക്കാനില്ല. അവിടെ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ബ്രഹ്മസൂത്രം, ആ ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് ഭാഗവത്തെ കാണണം. ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം വേദവ്യാസരൊക്കെ എഴുതിയിട്ടുണ്ട്, അത് വേറെ. എങ്കിൽ തന്നെ അതിൻ്റെ ഒരു വ്യാഖ്യാനം കഥകളിലൂടെ നടത്തുന്ന ഒരു കൈകാര്യം ചെയ്യലാണ് ഭാഗവതം എന്ന് കാണുമ്പോൾ അതാധോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ബ്രഹ്മജിജ്ഞാസുവായിട്ടുള്ള പരീക്ഷത്തിനെ ആ രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്നു. അപ്പോൾ പരീക്ഷത്ത് അവിടെ ഗംഗയുടെ തീരത്ത് എന്നിരുന്ന് മരണമെടുത്തിരിക്കുന്നവൻ ചെയ്യേണ്ടതുണ്ട്, അനുഷ്ഠിക്കേണ്ടതുണ്ട്, ജയിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും അയാൾ വാസ്തവത്തിൽ ഈശ്വരാന്വേഷണമാണ് നടത്തുന്നത്.
അങ്ങനെ ഈശ്വരാന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിക്ക് അത് എങ്ങനെ വാസ്തവത്തിൽ നേടിക്കൊടുക്കണം എന്നറിയാവുന്ന ഒരാത്മസ്വരൂപൻ ശുഖബ്രഹ്മമാണ് ഇറങ്ങി വന്നത്. പക്ഷെ അധികം ഋഷീശ്വരന്മാർ അവിടെ വേദിയിലുണ്ട്. ആ സന്ദർഭത്തിൽ ഇദ്ദേഹം ഇറങ്ങി വരാൻ കാരണം എന്താ? യോഗ്യനായ ഇത്തരത്തിൽ ഈ സംശയ നിവൃത്തി വരുത്തിക്കൊണ്ട് ഈശ്വരനെ വാസ്തവത്തിൽ എടുത്ത് കാണിച്ചു കൊടുക്കാൻ തക്ക ശേഷിയുള്ള ഈശ്വരൻ തന്നെ ശുഖബ്രഹ്മമായിട്ട് അവതരിക്കുക. ഭാഗവത്തിൽ സപ്താഹത്തെ പറ്റി പറയുമ്പോൾ വിദ്യതേ ഹൃദയ ഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസി കർമാണി സപ്താഹ ശ്രവണേ കൃത എന്ന് പറയുന്നത് ഒരു ഉപനിഷത്ത് വാക്യമാണ്. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസി കർമാണി ദൃഷ്ടം ഏവാത്മനീശ്വരെ എന്നാണ് ഉപനിഷത്ത്. അപ്പോൾ അത്തരത്തിൽ ദൃഷ്ടം ഏവാത്മനീശ്വരെ ജീവോ ബ്രഹ്മൈവനാപര എന്ന ആദിശങ്കരൻ പറഞ്ഞ കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഓരോരുത്തരും ഈ മനുഷ്യനായിട്ട് ജനിച്ച നമ്മൾ ഓരോരുത്തരും നമ്മൾ പേർക്കൊണ്ട് അടക്കല്ലെങ്കിൽ നമ്മളാകുന്ന ജീവൻ നമ്മൾ ശരീരമല്ലല്ലോ. അത്തരത്തിലുള്ള ജീവൻ ഈശ്വരനാണ് എന്ന് കാണുന്നുവോ അപ്പോൾ സംശയ നിവൃത്തിയായി. അന്ന് സങ്കട നിവൃത്തിയായി എന്ന് മാത്രമല്ല, അന്ന് വാസ്തവത്തിൽ എല്ലാ ഹൃദയഗ്രന്ഥികളും പൊട്ടിയിട്ട് നമ്മൾ രക്ഷ പ്രാപിക്കും. കാമക്രോധാദികളെല്ലാം തന്നെ വിട്ടകന്ന് കർമ്മക്ഷയം സമ്പാദിച്ച് പിന്നെ ജനിക്കാതിരിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കടക്കുന്നത് ഞാൻ ആര് എന്ന ബോധ്യം വരുമ്പോഴാണ്. ദൃഷ്ടം ഏവാത്മനീശ്വരെ ജീവോ ബ്രഹ്മയുവനാപര എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ജീവനെ നയിക്കുക, അത് വാസ്തവത്തിൽ ഭാഗവത്തിൻ്റെ ലക്ഷ്യമാണ്. ഇവിടെയും പരീക്ഷിത്ത് എന്ന് പറയുന്ന മഹാരാജാവ് വയറ്റിൽ കിടന്ന് ഗർഭത്തിൽ കിടന്ന് ഭഗവാനെ കണ്ടു, ഈശ്വരനെ ദർശിച്ചുവെങ്കിലും ഈശ്വരൻ താനാണെന്നുള്ളൊരു ബോധ്യം അത് വരുത്തി കൊടുക്കുന്ന ഭാഗവതമാണ്. ഭാഗവത കഥകൾ കേട്ട് ശുഖബ്രഹ്മം അതെല്ലാം തന്നെ പറഞ്ഞ് ധരിപ്പിച്ച അവസാനം അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മ അഹം പരമം പദം എന്ന് പറയുമ്പോൾ അത് പരമകാഷ്ഠ, അതാണ് ക്ലൈമാക്സ്. അപ്പോൾ അത്തരത്തിലൊരവസ്ഥയിലേക്ക് ഈ പറയുന്ന പരീക്ഷത്തിന് നയിക്കുന്നത് ശുഖബ്രഹ്മം മാത്രമാണ്. ശുഖബ്രഹ്മത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇനി ആരാണ് ഈ ശുഖബ്രഹ്മം? എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാളി, അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പിതാവ്, ജനയിതാവ് എന്നെല്ലാം പറയാവുന്ന അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഭാഗവതം അവതരിപ്പിച്ചു തുടങ്ങുമ്പോൾ ആദ്യം മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കളിപ്പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുഗനെ അഥവാ ശുഗത്തെ അവതരിപ്പിക്കുന്നത്. ശുഗത്തെ. അപ്പോൾ ശുഗം പെൺ പക്ഷിയാണ്, ശുഗൻ ആൺപക്ഷിയാണ്, തത്തമ്മ. അങ്ങനെ പെൺതത്ത ആൺതത്ത എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ തന്നെ ഈ ശുഗത്തെ കൊണ്ട് ഭാഗവതം പറയിക്കാനായിട്ട് തുനിയുന്ന തുഞ്ചത്ത് രാമായണൻ എഴുത്തച്ഛൻ അകത്തുകൂടിക്കൊള്ളുന്ന ഈ ശുഖ ബ്രഹ്മത്തോട് അല്ലെങ്കിൽ ശുഖ എന്ന് പറയുന്ന പക്ഷിയോടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ അവിടെയും ആത്മസ്വരൂപനായ, ചിന്തിക്കേണ്ട വിഷയം, ആത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ ആയിട്ടുള്ള ശുഖനാണ്, അകത്തിരിക്കുന്ന ശുഖനാണ് വാസ്തവത്തിൽ ബോധവൽക്കരണം നടത്തുന്നത് എന്ന് ചിന്തിക്കണം. പരീക്ഷത്തിനെ പോലുള്ളൊരു ജീവൻ വാസ്തവത്തിൽ തിക്തമായിട്ടുള്ള ജീവിതം നയിച്ച് ഇനി പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് താൻ ഇന്നയാള് എന്ന് വ്യക്തമാക്കിക്കൊണ്ട്, താൻ ആത്മാവാണ് എന്ന ബോധ്യം വരുത്തിക്കൊണ്ട്, എനിക്ക് മരണമില്ല എന്നുള്ള ഉറപ്പുവരുത്തി ഈശ്വരൻ തന്നെയാണെന്ന് ഉറപ്പിച്ചുവിടം വിട്ടുപോകാൻ, ശരീരത്തെ ഉപേക്ഷിക്കാൻ പറ്റിയ സന്ദർഭം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ അവിടെ ശുഖബ്രഹ്മം എന്ന് പറയുന്ന നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ബ്രഹ്മസ്വരൂപം ഉപദേഷ്ടാവായിട്ട് വന്നു എന്നുള്ള രീതിയിൽ രാമാനുജൻ എഴുത്തച്ഛൻ അവതരിപ്പിക്കുമ്പോൾ ഈ ശുഖത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രഭാവം എത്രയായി ശതഗുണീഭവിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും ഈ പറയുന്ന ശുഖബ്രഹ്മം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. തെക്കോട്ടേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ശുഖബ്രഹ്മം ദക്ഷിണാമൂർത്തി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനപ്പുറം ഒരു ഗുരുസങ്കല്പമില്ല. ശിഷ്യനെ വളർത്തിയെടുക്കാനും വാർത്തെടുക്കാനും എല്ലാ തരത്തിലും നേട്ടങ്ങൾ കൈവരിക്കാനുള്ള യോഗ്യത പകർന്നു കൊടുക്കാനും തക്ക ശേഷിയുള്ള ഗുരുവാണ് ദക്ഷിണാമൂർത്തി. തെക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ശിവസ്വരൂപം അത്തരത്തിലുള്ള ശിവസ്വരൂപം തന്നെയാണ് ശുഖബ്രഹ്മം എന്ന് കാണുമ്പോഴും തെറ്റില്ല. അപ്പോൾ ശുഖബ്രഹ്മത്തെ നമ്മൾ പല തട്ടിലിരുന്നു കൊണ്ട്, പല പേഴ്സ്പെക്റ്റീവ്, പല വീക്ഷണകോണുകളിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം ശിവനാണ്, ഗുരുവാണ്, ദക്ഷിണാമൂർത്തിയാണ്. തുഞ്ചത്ത് രാമായണൻ എഴുത്തച്ഛൻ പറയുന്ന പോലെ അകത്തോടുകൊള്ളുന്ന ഈശ്വര ചൈതന്യമാണ്. അങ്ങനെ എല്ലാ തരത്തിലും പരമശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവി ഈ ശുഖബ്രഹ്മത്തിനുണ്ട്. അതാണ് ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത. മറ്റാരും തന്നെ പറയുന്നില്ല. കാരണം അവിടെ വേദവ്യാസനും അറിയാമായിരുന്നു. പക്ഷേ വേദവ്യാസൻ ഭാഗവതം പറയാതെ ദേവീ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നുമില്ലേ? അവിടെയാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവീ ഭാഗവതം എന്ന് പറയുന്ന ജനമേജയനെ പോലെ പ്രാപഞ്ചികനായിട്ടുള്ളൊരു വ്യക്തിക്ക് ദേവീ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന വേദവ്യാസരെ
അദ്ദേഹം തന്നെ രചിച്ച ഭാഗവതം ശുഖബ്രഹ്മത്തിനെ കൊണ്ട് പറയിക്കുന്നു. അഥവാ ശുഖബ്രഹ്മൻ ആണ് വാസ്തവത്തിൽ ഉപദേഷ്ടാവായിട്ട് വരുന്നത്, താനത് പറഞ്ഞു കൊടുക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ, പുരാണങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, പുരാണകർത്താവായിരിക്കുന്ന വേദവ്യാസനെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യത്ഭുതകരമായിട്ടുള്ള ചില വീക്ഷണങ്ങൾ അതിൻ്റെ ഇടയിൽ കടന്നു വരുന്നുണ്ട്. അതാണ് പ്രത്യേകത. അപ്പോൾ ഈ ശുഗൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു വ്യക്തി ഇങ്ങനെ മാറിയിരുന്നു കൊണ്ട് പരീക്ഷിതമായിട്ട് മുഖാമുഖം ഇരുന്ന് സംവദിക്കുന്നു എന്നുള്ള രീതി കഥയ്ക്കെടുക്കാം. പക്ഷെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ മാറ്റങ്ങൾ വരും. അപ്പോൾ എല്ലാ തരത്തിലും എങ്ങനെ മാറ്റം? ഒരു ഗുരുസ്ഥാനം അലങ്കരിക്കുന്ന ശിവസ്വരൂപനാണ് എന്ന് മാത്രമല്ല, അകത്തുകൂടി കൊള്ളുന്ന ബ്രഹ്മസ്വരൂപമാണ് എന്ന് കൂടി വരുമ്പോൾ അകത്ത് നിന്നിങ്ങനെ തെളിഞ്ഞു വിളങ്ങുന്ന ഈശ്വരീയജന്യത്തെ സാക്ഷാത്കരിക്കുന്ന പദവിയിലേക്ക് 7 ദിവസക്കാലം കൊണ്ട് പരീക്ഷിത്ത് കടന്നു കയറി എന്നുകൂടി ഈ പുരാണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ നമ്മളിപ്പോൾ ഭാഗവതത്തിനെ ആമുഖമായിട്ട് നമ്മൾ ഇത്രയും നേരം നമ്മൾ ചോദ്യോത്തരമായിട്ട് വിശകലനം ചെയ്തു. പരീക്ഷത്തിനെ നമ്മൾ അറിയാൻ ശ്രമിച്ചു. ശ്രീ ശുഖബ്രഹ്മർഷി ആരാണ് എന്നൊക്കെ നമ്മൾ പരിധി വരെ അറിയാൻ ശ്രമിച്ചു. ഇപ്പോൾ ഒരു ജീവന് ഇതെല്ലാം കേട്ടിട്ട് ഭാഗവതത്തെ എനിക്കറിയണം എന്ന് ഒരു ജീവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒന്നും അറിയാത്തൊരു ജീവൻ, അവർക്ക് എങ്ങനെ ഭാഗവതത്തെ ആദ്യഘട്ടമായിട്ട് സമീപിക്കാൻ സാധിക്കും? ചോദ്യം വളരെ റിസ്കിയാണ്. കാരണം ഭാഗവതം എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കൃതിയല്ല. സിമ്പിളല്ല, സോ സിമ്പിൾ എന്ന് പറയാൻ നിവൃത്തിയില്ല. എന്നാൽ സോളം എന്ന് പറയുന്ന ഗൗരവം ഇതിനുണ്ട് തന്നെ. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഭാഗവത്തെ സമീപിക്കുന്നത് കാഷ്വലായിട്ട് ലാഘവ ബുദ്ധിയോടുകൂടി ആകരുത്. ഇതാണ് ആദ്യം പറയാം. ഇനി പുരാണ കഥകളെല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഭാഗവത കഥകൾ മാത്രം വായിച്ച് മനസ്സിലാക്കി പോണത് നല്ലത്. ഭാഗവത കഥകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ത്വര, ഒരു ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഭാഗവതം ആദ്യം മുതൽ അവസാനം വരേക്ക് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിപൂർവ്വമല്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഭാഗവതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭാഗവത്തെ ഉപാസിക്കണം. ഈ ഭാഗവത്തെ ഉപാസിക്കണമെന്ന് പറഞ്ഞാൽ ഭാഗവതം എന്ന് പറയുന്നത് വെറും ഒരു കൃതിയല്ല. അത് വാസ്തവത്തിൽ വാങ്മയീ രൂപം, ഭഗവാൻ കൃഷ്ണൻ്റെ വാങ്മയീ രൂപമാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. അങ്ങനെയുള്ള രൂപമായതുകൊണ്ട് അതിനെ എങ്ങനെ ഉപാസിക്കാം? ഒരു പീഠം വെച്ച് അതിൻ്റെ മേൽ പട്ടും വിരിച്ച് അവിടെ ഭാഗവതം വെച്ച് പൂജിക്കുക എന്നതല്ല അർത്ഥമാക്കുന്നത്. അതിനേക്കാൾ ഭാഗവതത്തിലെ ഓരോരോ വരികളും കടന്നു പോകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അക്ഷരത്തിലും അർത്ഥത്തിലും കടന്നു വന്നിരിക്കുന്ന ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എല്ലാത്തരം കാര്യങ്ങളും ഗ്രഹിക്കാനായുള്ള ശ്രമം വേണം. അപ്പോൾ എങ്ങനെ ഉപാസിക്കാം? ഭാഗവത മന്ത്രം എന്ന് പറയുന്നത് ദശാക്ഷരി മന്ത്രമാണ്. ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മന്ത്രം അത് ഉപാസിക്കാതെ ഭാഗവതത്തിലേക്ക് കടന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഭഗവത് സ്വരൂപത്തെ സ്ഥൂലമായിരിക്കുന്ന ആണെങ്കിലും ആ സ്ഥൂല സംഗതിയെ നമ്മൾ ഉപാസിച്ച് അടുത്തുകൂടി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഒരു ഉൾവിളി എന്ന് പറയുന്ന രീതിയിൽ അകത്ത് നിന്ന് ഒരു ഇൻഡ്യൂറ്റീവ് പവർ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശക്തി, നമ്മൾക്ക് ചില തോന്നലുകൾ, ആ തോന്നലുകളെല്ലാം തന്നെ പിന്നാലെ യാഥാർത്ഥ്യമാകുന്നത് അത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അത് ഉപാസനയുടെ പ്രത്യേകത. ഉപാസന എന്ന് പറയുന്നത് എന്താണെന്ന് എഴുത്തച്ഛനാണ് പാടിയിട്ടുള്ളത്. ദേഹാഭിമാനം പോകാൻ ഉപാസന. അപ്പോൾ ഈ ദേഹാഭിമാനം പോകാനുള്ള ഉപാസന അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഈശനെ ഉപാസിച്ച് മോഹിച്ചിടുന്നു ജീവൻ, ഈശനും താനും ഒന്നെന്ന് അറിയാതെ എന്നും പാടിയത് എഴുത്തച്ഛനാണ്. അപ്പോൾ ഈശൻ ഞാനും ഒന്ന് എന്ന് ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപാസന. ശരീരത്തിലെ ദുരഭിമാനമെല്ലാം തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഉപാസന. അപ്പോൾ ശരീരം വാസ്തവത്തിൽ ഞാനല്ല എന്നും, ശരീരം ഞാൻ എടുത്ത ഒരു ഉപാധി, ഒരു ഉപകരണമാണ് എന്നും, അതിനെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ നേടാനാണ് ഞാൻ വന്നിട്ടുള്ളതെന്നും, ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതെന്നും, അവിടെ ഈ ജീവൻ ജഗത്ത് ഈശ്വരൻ എന്ന 3 തട്ടിൽ നിൽക്കുന്ന ആ സ്ഥിതിവിശേഷത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ ഉപയോഗിക്കണമെന്നുമാണ് നമ്മൾ ധരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു ഉപാസന എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ സംഗതിയാണ്. ഈശ്വരനെ ഉപാസിക്കുക. പല രീതിയിൽ നമ്മൾ മൂർത്തിഭേദം കൽപ്പിച്ചുകൊണ്ട് പല പല മൂർത്തികളെ ഉപാസിക്കുന്നുണ്ട്. പലപ്പോഴും ഗുണങ്ങളോടുകൂടിയ മൂർത്തികളെ ഉപാസിച്ച് നമ്മൾ ഗുണമുള്ളവരായിട്ട് മാറുന്നുണ്ട്, ദോഷമുണ്ടാക്കുകയും ചെയ്യും. അതായത് വ്യത്യസ്ത ഉപാസനാ സമ്പ്രദായങ്ങളിൽ രാജസം എന്ന് പറയുന്ന തികച്ചും
രൂക്ഷമായിട്ടുള്ള ഉപാസനാ രീതി, താമസം എന്ന് പറഞ്ഞ കറുത്തീരിൻ്റെ കാട്ടാളത്തമുള്ള ഉപാസനാ രീതി, ഇതെല്ലാം തന്നെ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കി തീരും. അപ്പോൾ ഉപാസന എന്ന് പറയുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഉപാസിക്കുന്നത് ആരെ എന്നൊരു ബോധമുണ്ടാക്കിയെടുക്കണം. ഉപാസിക്കപ്പെടുന്ന ആ മൂർത്തി താൻ തന്നെ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഉപാസന. ഈശ്വരൻ താനും ഒന്ന് എന്ന് അറിയാതെയാണ് നമ്മളിവിടെ ഉപാസന നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഉപാസന നടത്തിക്കഴിഞ്ഞാൽ ഭാഗവതത്തിലെ തത്വസംഹിത, ഭാഗവതത്തിൽ അടങ്ങിയിരിക്കുന്ന സാരം, അതെല്ലാം തന്നെ ചോർത്തിയെടുക്കാനുള്ളൊരു മനഃശക്തി നമുക്കുണ്ടാവും. ഉപാസന കൊണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ശക്തമായിട്ടുള്ള ഉപാസനയുടെ വൈഭവത്താൽ നമുക്ക് ഭാഗവതം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം ഒരു വ്യക്തി ഭാഗവത്തെ ആശ്ലേഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദ്വാദശാക്ഷരി എന്ന് പറയുന്ന മന്ത്രം ഗുരുപദേശം ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഉപാസിച്ച് അത് ശക്തമാക്കിയതിന് ശേഷം പതുക്കെ വായിച്ചു തുടങ്ങുക. ഇവിടെയെല്ലാം തന്നെ എനിക്ക് എൻ്റെ വിനീതമായിട്ടുള്ള വേറൊരു അഭിപ്രായം, എഴുത്തച്ഛൻ്റെ മലയാള ഭാഗവതം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. മലയാളമാണെന്ന് പറഞ്ഞാൽ അതിനെ അവഹേളിക്കാനൊന്നുമില്ല. മലയാളമാണെന്ന് പറഞ്ഞാൽ അത് ഭാഗവതം മൂലത്തോട് വാസ്തവത്തിൽ നീതി പുലർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ എല്ലാ തരത്തിലും മൂലത്തെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതല്ല എഴുത്തച്ഛൻ്റേത്, സ്വതന്ത്ര ഭാഷാഗാനമാണ്. പക്ഷെ അതിൽ അവിടെയും ഇവിടെയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആധ്യാത്മിക രഹസ്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നന്നാണ്. എഴുത്തച്ഛൻ തന്നെ ഹരിനാമകീർത്തനം എഴുതി 66 ശ്ലോകങ്ങളാണ്. ആ ഹരിനാമകീർത്തനങ്ങൾ ഒരു വട്ടം ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഭാഗവത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഹരിനാമകീർത്തനവും ദ്വാദശാക്ഷരി മന്ത്രവും എല്ലാം തന്നെ വായിച്ചു പഠിക്കുമ്പോൾ പൂന്താനത്തിൻ്റെ ആ ജ്ഞാനപ്പാനയും കൂടി ഒപ്പം കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു ബേസായി. അപ്പോൾ ജ്ഞാനപ്പാന പഠിക്കുക, അതുപോലെ ഹരിനാമകീർത്തനം പഠിച്ച് ജപിക്കുക, മൂലമന്ത്രം എന്ന് പറയുന്ന ഒന്നമോ ഭഗവതേ വാസുദേവായ ദ്വാദശാക്ഷരി ജപിക്കുക. ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ട് ഭാഗവതത്തിലേക്ക് കടന്നാൽ ഭാഗവതം പതുക്കെ പതുക്കെ പിടികിട്ടും. ഈ ഭാഗവതത്തെപ്പറ്റി വളരെയേറെ പണ്ഡിതന്മാരിങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളതെല്ലാം നമുക്കൊരു താങ്ങും തണലുമാകും. അത് മാത്രം ആശ്രയിക്കരുത്. അതായത് പണ്ഡിതന്മാർ പറഞ്ഞതും അവർ എഴുതി വെച്ചതുമായിട്ടുള്ള സംഗതികൾ മാത്രമല്ല ഭാഗവതത്തെപ്പറ്റി നമ്മൾ പറയുന്നത്. ഈ ശ്രീമദ് ഭാഗവതേ പാണ്ഡിത്യ പരീക്ഷ എന്ന വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. വിദ്യാവതാം ഭാഗവതേ പരീക്ഷ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ മാറ്റുരച്ചു നോക്കുന്ന ഒരു പുരാണ കൃതിയാണ് ഭാഗവതമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ പല സംഗതികളുണ്ട് എന്ന് ചുരുക്കം. പക്ഷെ ആദ്യം മുതൽ അവസാനം വരേക്കുള്ള കഥാഗോളങ്ങളെല്ലാം താത്വികമായിട്ടും അതിൻ്റെ അർത്ഥ സംഗ്രഹണത്തോടു കൂടി അല്ലെങ്കിൽ ഭംഗിയായിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് വന്നാൽ നമുക്ക് വളരെ നേട്ടങ്ങൾ കൈവരിക്കാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 2021 ഓമാനന്ദ സ്വാമികൾ പറളിക്കാട് ഈ പറയുന്ന ഭാഗവതത്തിൻ്റെ എല്ലാ തരത്തിലും തത്വത്തെ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രം തുടങ്ങിയതാണ് കേരളക്കരയിൽ ഒരു മാറ്റത്തിന് ഇടവരുത്തിയത്. കഥയും പാടി പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ചില ആചാര്യന്മാർ ചെയ്യുന്ന പോലെ കഥയും പാടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന രീതിയെല്ലാം തന്നെ വിട്ടിട്ട് അതിലടങ്ങിയിരിക്കുന്ന സാരം അത് സാധാരണക്കാർക്ക് ഇട്ടുകൊടുക്കുന്ന ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം അദ്ദേഹം തുടങ്ങിയതോടുകൂടി ഇന്നിപ്പോൾ ഭാഗവത കഥകൾ അവ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഗൗരവം നമ്മൾ ചോർന്നു പോകാതെ പരീക്ഷത്തെ 7 ദിവസം മരിക്കാൻ കാത്തിരിക്കുന്ന വ്യക്തി എപ്രകാരമാണോ ഗൗരവം ഭാഗവതം കേട്ടതും പഠിച്ചതും ഞാൻ ബ്രഹ്മമാണെന്ന് ഉറപ്പിച്ചതും ആ രീതിയിൽ ഉറപ്പിക്കാനുള്ള കൃതിയോട് നീതി പുലർത്തി തന്നെ നമ്മൾ അതിനെ സമീപിക്കണം. അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ വായിച്ചും പഠിച്ചും ഉപാസന നടത്തിയും അത്തരത്തിൽ ഭഗവാനോട് ആവശ്യപ്പെട്ടും ഇതിന് ഒരു യോഗ്യത ഉണ്ടാക്കി തരണമെന്ന് ഈശ്വരൻ താൻ തന്നെയാണ്. ഈശ്വരൻ അത് ഒടുവിലത്തെ ചിന്തയാണ്. എങ്കിൽ തന്നെ നമ്മൾ ആദ്യം പറയുമ്പോൾ ഭഗവാനെ ഇതൊന്ന് സാധിച്ചു തരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം. വേറൊരു കാര്യവും കൂടി നമ്മൾ കാണുന്നത്, നാരായണീയമായാലും ഭാഗവതമായാലും എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ ഇത്രമാത്രം തലക്കനം, എന്തെന്നില്ലാത്തൊരു അഹങ്കാരം, ഞാനെന്ന ഭാവമെല്ലാം തന്നെ കടന്നു വന്നിട്ട് നമ്മളെ ആരും അല്ലാതെയാക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭാഗവതത്തിൻ്റെ ശാപം എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. നാരായണീയം എടുത്തവരും ഭാഗവതം എടുത്തവരും എല്ലാം അഹങ്കാരികളായിട്ട് മാറുക. അവർക്കെല്ലാം തികഞ്ഞു എന്നുള്ള മട്ടാണ്, ഒന്നും തികഞ്ഞിട്ടില്ല. അറിയേണ്ടത് അറിയാതെ ഇങ്ങനെ വാസ്തവത്തിൽ ജൽപ്പനങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. അഹങ്കാരം ഇങ്ങനെ ഇല്ലാതെയാകണം. അഹമ്മമ എന്ന് പറയുന്ന ഇല്ലാതെയാകണമെന്ന് ഭാഗവതം പഠിച്ചു വരുന്നൊരു വ്യക്തി
മനസ്സിലാക്കേണ്ട കാര്യമാണ്. കഥകളെല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഇത്തരത്തിൽ ഞാനെന്ന ഭാവം പാടില്ല, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി എന്ന് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പറയുന്ന പോലെ എല്ലാ തരത്തിലും അഹങ്കാരത്തിൽ നിന്ന് വിമുക്തമായി ശരീരത്തിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ആത്മഭാവത്തിൽ നിന്നുകൊണ്ട് ജ്ഞാനദാഹിയായിട്ടൊരു വ്യക്തി പതുക്കെ പതുക്കെ കൈകാര്യം ചെയ്ത് ഇതിൻ്റെ അന്തരാളത്തിലേക്ക് അല്ലെങ്കിൽ അന്തരംഗത്തിലേക്ക് കടന്ന് ചോർത്തിയെടുക്കേണ്ട അനർഘരത്നങ്ങളാണ് ഭാഗവതത്തിൽ പതുക്കെ പതുക്കെ ചെയ്യേണ്ട കാര്യമാണ്. എടുത്തു പിടിച്ച് അങ്ങനെ ഭാഗവതം വായിക്കാൻ കഴിവായി എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അഹങ്കരിച്ചാൽ ഒരു ചുക്കും നമുക്ക് ഭാഗവതത്തിൽ നിന്ന് ചോദിക്കാൻ കാരണം ഇപ്പൊ പല ആളുകളും ഭാഗവതം ക്ലാസ് ആയിട്ട് ഒരു അക്കാദമിക് മോഡലിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ അക്കാദമിക് മോഡലിൽ പിന്നെ ഭാഗവതത്തില് റിസർച്ച് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതിൽ PhD എങ്ങനെ എടുക്കുക, തിസീസ് എങ്ങനെ എടുക്കുക, അങ്ങനെയൊക്കെ ഗൈഡ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിന്റെ പുറകെ എന്തോ കിട്ടും, ഇത് ചെയ്തു കഴിഞ്ഞാൽ തിസീസ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെയോ കിട്ടുമെന്ന് പറഞ്ഞ് പുറകെ ഗമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ എവിടേക്കോ ഒരു കൈകാര്യം ചെയ്യുന്നതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ആളുകൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം ഭാഗവതത്തിൽ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഭാഗവത്തിന്റെ ഭാഷ ലൗകിക ഭാഷയാണെന്ന് ആൾക്കാർ ധരിക്കുന്നത് കൊണ്ടാണ്. ഭാഗവത്തിന്റെ ഭാഷ ലൗകികം എന്ന് പറയുന്നത് ഇല്ല എന്നല്ല, ഉണ്ട്. എങ്കിൽ കൂടി അതിൽ അലൗകികമായിരിക്കുന്ന ഒരു ആധ്യാത്മിക ഭാഷയുണ്ട്. ഈ ആധ്യാത്മിക ഭാഷ എന്ന് പറയുന്നതിനേക്കാൾ സമാധി ഭാഷ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അവിടെ വേദവ്യാസര് ധ്യാനനിഷ്ഠനായിട്ട് സമാധി യോഗത്തിൽ ഇരിക്കുമ്പോൾ കണ്ട കാര്യങ്ങളെ പുരസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതം രചിക്കുന്നത്. സാക്ഷാൽ നാരായണൻ 4 ശ്ലോകത്തിലൂടെ ബ്രഹ്മാവിന് ഉപദേശിച്ചു എന്ന് പറയുന്ന ചതുശ്ലോകി നാരദർക്ക് കിട്ടിയിട്ട് നാരദർ തൻ്റെ ഭക്തിസൂത്രവും കൂടി കടത്തി എല്ലാ തരത്തിലും അതിന് മിഴിവ് ഒക്കെ വരുത്തിക്കൊണ്ട് വേദവ്യാസന് പറഞ്ഞു കൊടുത്തത് യോഗാവസ്ഥയിൽ ഇരുന്ന് സൃഷ്ടിച്ചതും രചിച്ചതുമാണ് ഈ ഭാഗവതം എന്ന് വരുമ്പോൾ ഭാഗവത്തിൻ്റെ ഭാഷ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ലൗകികം എന്ന് പറയുന്ന രീതിയിൽ അവിടെ കണ്ട കഥകൾ അതേ രീതിയിൽ പറഞ്ഞാലൊന്നും ഭാഗവതമാകില്ല. അപ്പോൾ ഭാഗവതമാകണമെങ്കിൽ അതിൻ്റെ അലൗകികത, അതിൻ്റെ ആധ്യാത്മികത, അതിൻ്റെ സമാധിഭാവം ഇതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം ചിന്തിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോവും, നമുക്ക് കിട്ടേണ്ടത് കിട്ടുകയില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ നമ്മൾ ഭാഗവതത്തിന്റെ ആമുഖമായിട്ടാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓരോ സ്കന്ധവും ഓരോ കഥാപാത്രങ്ങളെയും അനാലിസിസ് ചെയ്തുകൊണ്ട് ചോദ്യോത്തരമായിട്ട് നമ്മൾ കടന്നു പോകും മുന്നോട്ട്. ഓരോരുത്തരെയും നമ്മൾ പഠിക്കും. അത് എങ്ങനെയാണ് ഞാനും ആ കഥാപാത്രവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള രീതിയിൽ കേവലം കഥാരൂപത്തിലല്ലാതെ എങ്ങനെ ഭാഗവതത്തെ സമീപിക്കാം എന്നുള്ള കാര്യം നമുക്ക് രാമനാഥൻ സാറിൽ നിന്നും വരുന്ന ദിവസങ്ങളിൽ ചോദിച്ച് മനസ്സിലാക്കി പതുക്കെ പതുക്കെ നമുക്ക് 12 സ്കന്ധവും എത്രത്തോളം സാധിക്കും എന്നറിയില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും, സാറുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു സമീപനം ഭാഗവതത്തോട് നമുക്ക് എടുക്കാം. അപ്പൊ എല്ലാവർക്കും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോട്ടില് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇത് ചോദിക്കാനുള്ള ഒരു വേദിയാണ്. എല്ലാവരും ഈ അവസരം ഉപയോഗിക്കുക. എന്ത് സംശയമാണെങ്കിലും അത് സംശയം തെറ്റാണോ അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയൊന്നും വേണ്ട. ജിജ്ഞാസുവായിട്ടുള്ള എല്ലാവർക്കും ഭാഗവതത്തെ സമീപിക്കാൻ ഇതൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. ആ ചോദ്യങ്ങൾ നമ്മൾ സാറുമായിട്ട് അടുത്ത വേദി പങ്കിടുമ്പോൾ ചോദിക്കുന്നതായിരിക്കും. നമുക്ക് അങ്ങനെ പതുക്കെ ശനേഹി നമ്മൾ ഭാഗവതത്തെ എങ്ങനെ സമീപിക്കാം, എങ്ങനെ നമ്മൾ ഭാഗവതം ആകുന്ന ആ അമൃതം എങ്ങനെ പാനം ചെയ്യാം എന്നുള്ള രീതി നമുക്ക് സാറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം.